സിക്കിമിലൊക്കെ യാത്ര പോവുക എന്നാൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കരുതുന്നവരാണോ നിങ്ങൾ? ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചോളൂ. ബജറ്റ് ഫ്രണ്ട്ലി ആയി പോയി വരാൻ വഴി പറഞ്ഞു തരാം. അതിനു മുമ്പ് സിക്കിമിൽ 5 ദിവസത്തിനുള്ളിൽ കണ്ടുവരാൻ പറ്റുന്ന ഇടങ്ങൾ പറഞ്ഞു തരാം. പശ്ചിമ ബംഗാളിലെ ബാഗ്ഡോഗ്രയിൽ നിന്നോ സിലിഗുഡിയിൽ നിന്നോ ആണ് കേരളത്തിൽ നിന്നെത്തുന്നവർ സിക്കിമിന്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ എത്തിച്ചേരുക. ഗാംഗ്ടോക്ക് നഗരം കാണാൻ നല്ല ഭംഗിയാണ്. കേബിൾ കാറിൽ നഗരത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാനാകും. യൂറോപ്യൻ ശൈലിയിൽ രൂപകൽപ്പന ചെയ്ത MG മാർഗിൽ നടക്കാനും വെറുതെ ഇരിക്കാനുമൊക്കെ സൂപ്പറാണ്. ഇവിടുന്ന് സിക്കിം ടീയുടെ രുചി പെരുമയറിയാം. നല്ല രുചിയുള്ള ഭക്ഷണങ്ങളും കിട്ടും. ഇതൊക്കെ 2 ദിവസം കൊണ്ട് കവർ ചെയ്ത് നിങ്ങൾക്ക് ഇന്ത്യ ചൈന അതിർത്തിയിലേക്ക് പോകാം. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലെ പഴയ സിൽക്ക് റൂട്ടിന്റെ ഭാഗമാണ് നാഥുല ചുരം. എപ്പോഴും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശമാണിത്. മഞ്ഞിൽ ധരിക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും ഷൂസും ഒക്കെ വാടകയ്ക്ക് കിട്ടും. എല്ലാ ഐറ്റത്തിനുമായി ഒരാൾക്ക് 500 രൂപയ്ക്കുള്ളിൽ ആണ് വാടക. ഇങ്ങോട്ട് പോകാൻ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം കേട്ടോ. യാത്രയ്ക്ക് 1 ദിവസം മുൻപ് ട്രാവൽ ഏജന്റിനെ കണ്ട് ഗാംഗ്ടോക്കിൽ നിന്ന് പാസ് എടുക്കണം. സ്വന്തമായി പാസ് എടുക്കാനാവില്ല. ഒരാൾക്ക് പാസും യാത്രാ ചിലവും അടക്കം 1000 രൂപയാകും. സിക്കിം രജിസ്ട്രേഷൻ വാഹനങ്ങൾ മാത്രമേ നാഥുലയിലേക്ക് കടത്തിവിടൂ. വളരെ സെൻസിറ്റീവായ ഏരിയ ആയതിനാൽ വിദേശികൾക്ക് ഇവിടെ പ്രവേശനമില്ല. ഇക്കാണുന്നതാണ് ഇന്ത്യ ചൈന ബോർഡർ. നാഥുലയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫോണുകളിലെ സമയം ചൈനയിലെ ടൈം സോൺ ആകും. നമ്മൾ 2.5 മണിക്കൂറോളം ഭാവിയിലേക്ക് പോയതുപോലെയാകും. കൊടും തണുപ്പ് കാരണം ഇവിടെ അധിക നേരം പിടിച്ചു നിൽക്കാനാവില്ല. താഴോട്ടിറങ്ങിയാൽ മഞ്ഞുപാളികൾക്ക് താഴെ തളം കെട്ടി നിൽക്കുന്ന സോങ്കു തടാകത്തിന്റെ നീലിമ ആസ്വദിക്കാം. ഏപ്രിൽ മെയ് ആണ് വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം. യാക്കിന്റെ പുറത്തു കയറാൻ ഇവിടെ അവസരമുണ്ട്. 300 മുതൽ 500 രൂപ വരെ ചോദിക്കും. യാക്ക് ചലിക്കാതെ വെറുതെ ഫോട്ടോ എടുക്കാനാണെങ്കിൽ 100 രൂപ കൊടുത്താൽ മതി. സിക്കിമിലെ ബുദ്ധ മൊണാസ്ട്രികൾ കാണാൻ 1 ദിവസം മാറ്റിവെക്കാം. ഇതിനായി പാസ് ഒന്നും വേണ്ട കേട്ടോ. ബൈക്കും സ്കൂട്ടിയും ഒക്കെ ഗാംഗ്ടോക്കിൽ നിന്ന് റെന്റിനെടുക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ട മൊണാസ്ട്രികൾ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് പോകാം. റംടക് മൊണാസ്ട്രിയാണ് സിക്കിമിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി. മൊണാസ്ട്രികളിലേക്കുള്ള യാത്രാ വഴികളെല്ലാം സുന്ദരമാണ്. 6 ജില്ലകൾ മാത്രമുള്ള സിക്കിമിന്റെ കിഴക്കൻ പ്രദേശങ്ങളിലാണ് ഞാൻ സഞ്ചരിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ യുങ്താങ് വാലി, നോർത്ത് സിക്കിമിലെ ലാച്ചുങ്, ലാച്ചൻ, സിൽക്ക് റൂട്ട് വില്ലേജായ സുലുക് തുടങ്ങിയ ഇടങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഐറ്റിനറി തയ്യാറാക്കാം. ഇനി സിക്കിമിൽ എങ്ങനെ എത്താമെന്ന് കേട്ടോളൂ. കേരളത്തിൽ നിന്ന് വിവേക് എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്ത് ന്യൂ ജൽപായിഗുഡി സ്റ്റേഷനിൽ ഇറങ്ങണം. അല്ലെങ്കിൽ വിമാനത്തിൽ ബാഗ്ഡോഗ്ര എയർപോർട്ടിൽ എത്തിച്ചേരണം. 2 നിന്നും ഷെയർ സുമോയിൽ 4 മണിക്കൂർ ടീസ്റ്റ നദിക്കരയിലൂടെ യാത്ര ചെയ്താൽ ഗാംഗ്ടോക്കിൽ എത്താം. ഇവിടെ നല്ല പ്രൈവസിയോടുകൂടിയ ഡോർമെട്രികളും ഹോസ്റ്റലുകളും 600 രൂപയ്ക്കകത്ത് ലഭിക്കും. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ ഇടങ്ങളൊക്കെ കറങ്ങാം. ഹോസ്റ്റൽ ഉടമകൾ നിങ്ങൾക്ക് നാഥുലയിലേക്കൊക്കെ പോകാനുള്ള പാസും വാഹനവും ശരിയാക്കി തരും. അപ്പോൾ വീഡിയോ സേവ് ചെയ്തോളൂ, ആവശ്യം വരും.